എന്നാൽ ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് നിരന്തരം ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർ ഇതിനു മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് സഞ്ചരിച്ചിരുന്ന എന്റെ കാറ് നിർത്തിയിട്ടിരുന്ന നമ്മുടെ വണ്ടിയുടെ പുറകെ ഒരു വണ്ടി വന്നിടിച്ചു. ഞാൻ ഇറങ്ങി ചോദിച്ചു, എന്താ സംഭവിച്ചത്, എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് അങ്ങോട്ട് എന്റെ മര്യാദയുടെ വേണ്ടി ചോദിച്ചു. അവർ പറഞ്ഞു, നമ്മൾ ആണല്ലോ കൊണ്ട് ഇടിച്ചത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാരും കൂടി പെട്ടെന്ന് നോക്കിയപ്പോ ഇതേ തോക്കുസ്വാമി ഇതേ നിൽക്കുന്നുടാ നോക്കുന്നവർ, അങ്ങനെ കുറെ ആൾക്കാർ, ഒരു 300-400 ആൾക്കാരൊക്കെ റോഡിലങ്ങ് കൂടി എന്നെ കാണാനും പരിചയപ്പെടാനും. പിന്നെ അവർക്ക് ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ അവിടെ നിന്നിട്ടാണ് ഞാൻ പോയത്. പകുതി വഴിയിലെത്തുമ്പോൾ ഹൈവേ പെട്രോൾ എന്നെ ചേസ് ചെയ്തു. എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു. ഹരിപ്പാട് അടുത്ത സ്റ്റേഷനിൽ ഞാൻ എത്തി. അവിടുത്തെ പോലീസുകാർ വളരെ നല്ല രീതിയിൽ ആയിരുന്നു സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നത്. എന്താണ് സംഭവിച്ചത്, സ്വാമിക്ക് വല്ല പരാതിയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടോ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടി ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ഒരു പരാതി എനിക്കില്ല, അവർക്കും ഇല്ല എന്ന് പറഞ്ഞു, എനിക്കും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്നാ ശരിയെന്ന് പറഞ്ഞ് വിട്ടു. വൈകിട്ടായപ്പോൾ സായാഹ്ന പത്രത്തിൽ, കേരളത്തിലെ ഒരു നുണയം പത്രമുണ്ട്, അവനപ്പോൾ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദയും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ ഒരു വണ്ടിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിർത്താതെ പോയ സംഘത്തെ ഹൈവേ പെട്രോൾ ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിച്ചു. അതുപോലെ ഭദ്രാനന്ദയ്ക്കൊപ്പം ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ഇവന്മാർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ലായിരിക്കാം, പക്ഷെ സ്ത്രീ ആരാണ് ഏതാണെന്നും കൂടെ അവർ വ്യക്തമാക്കി എല്ലാം ചെയ്യണമായിരുന്നു. അത് എന്റെ അമ്മയുടെ സ്വന്തം സഹോദരി, എന്റെ ഇളയമ്മയായിരുന്നു എന്റെ ഒപ്പം ഉണ്ടായിരുന്നത്, കൂടാതെ ഒരു അഡ്വക്കേറ്റും. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ദിവസം ഇതിനുള്ള തിരുത്ത് നിങ്ങൾ കൊടുത്തിരിക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ ആൾക്കാര് ഒരു സ്ത്രീയെ കിട്ടാൻ വേണ്ടി, ഒരു സ്ത്രീയെ വെച്ച് നാട്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീ വിഷയമുണ്ടെങ്കിൽ വിയോസ് കിട്ടുമോ അല്ലെങ്കിൽ വിയോസ് ഉണ്ടാവും എന്ന് കരുതി എന്തും എഴുതുന്നത് നല്ല ശീലമാണോ? അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന വാർത്തയും നിങ്ങളെയൊക്കെ ധരിപ്പിച്ചതും പലതരത്തിൽ മോശമായ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് എന്നെ ചിത്രീകരിച്ചത്. ഞാൻ ഈ നാട്ടില് ചെയ്തു കൊടുത്ത എന്തൊക്കെ നല്ല കാര്യങ്ങളാണ്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് ഒരൊറ്റ വാക്ക് ഇവരെഴുതിയിട്ടില്ല. മറിച്ച് എന്നെ ഒരു ക്രിമിനലാക്കി, അല്ലെങ്കിൽ സന്തോഷ് മാധവനെ പോലെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത്. അതിന്റെ പിറകെ ആരുടെ കൈയാണ്, ആരാണ് അതിന് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് നല്ല തെളിവുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം എന്നെ അറിയുന്നവർ, എന്നെ മനസ്സിലാക്കിയവർ എന്നെ അറിഞ്ഞാൽ മതി, അല്ലാതെ എല്ലാവരുടെ അടുത്തും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇന്ന് ഈ മീഡിയ എന്നെ മാത്രമല്ല, ഏത് വളർന്നു വരുന്ന വ്യക്തിയെയും, ഏത് ടോപ്പായിട്ടുള്ളവരെയും ഭീഷണിപ്പെടുത്തി അവർക്ക് പരസ്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അവരെ പരസ്യം കൊടുക്കണം എന്നുള്ള പേരിൽ അവര് സമീപിക്കും. ആ സമയത്ത് പരസ്യം കൊടുത്തില്ലെങ്കിൽ അവരെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യും. അതുപോലെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോളിസി ഉണ്ടാവും, പരസ്യം കൊടുത്തില്ലെങ്കിൽ അവർക്ക് പോളിസി ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തിനും ഒരു പോളിസി എന്ന് പറഞ്ഞ വാക്ക് പറയും. എത്രയോ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നതും ജനങ്ങൾക്ക് ഗുണകരമായ പല കാര്യങ്ങൾ ഞാൻ ഇവർക്ക് അറിയിച്ചു കൊടുത്തിട്ടും ഇവർ ഒരു കാര്യം പോലും ഇവരതൊന്നും ചെയ്യില്ല. ഇവർക്ക് എപ്പോഴും ഭദ്രാനന്ദ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് രീതിയിൽ ആക്കി തീർക്കണം. പിന്നെ എന്തോ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ പാവപ്പെട്ട ആ കാവ്യമാധവനെ എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെയൊക്കെ ഇവര് ചെയ്തത്? ഞാൻ എന്റെ സത്യത്തിൽ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല, സിനിമയിലല്ലാതെ ഞാൻ ആ കുട്ടിയെ. അപ്പോ ഇനി ആവശ്യമില്ലാത്ത തരത്തിൽ ഇനിയും ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ എന്റെ പൊന്ന് മീഡിയ പ്രവർത്തകർ അനുഭവിക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. തോക്കെടുത്തും വാളെടുത്തുമൊന്നും നിങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറുമല്ല. നിങ്ങൾക്ക് വേണ്ടുള്ള മരുന്നും നിങ്ങൾക്ക് വേണ്ടുള്ള കാര്യങ്ങളും എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം, അത് ഞാൻ തരാം. കാരണം എന്റെ പരിപാടികളിൽ IPC കേസെടുക്കാൻ പറ്റാത്ത ചില പരിപാടികളുണ്ട്. അത് ഇവിടുത്തെ പോലീസുകാർക്ക് അറിയാം ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന്. അപ്പോൾ ആ എല്ലാത്തിനും ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ മാത്രം അത് എല്ലാം ശരിയാണെന്ന് ചിന്തിച്ച മതിയാവില്ലല്ലോ. ഇന്ന് പഴയതുപോലെയല്ല, ഇന്ന് നാട്ടുകാർ നല്ലപോലെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ ഇത്
എല്ലാ പാർട്ടിയിലും നല്ല സ്ട്രോങ് പിള്ളേര് വന്നിട്ടുണ്ട്. അവരുണ്ടല്ലോ, വെറുതെ ഇരിക്കില്ല. നാട്ടുകാരങ്ങ് ഇറങ്ങിയങ്ങ് ഒരു പൂശിയാലുണ്ടല്ലോ, അവസാനം റോഡിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും ഏത് മീഡിയക്കാരനാണെങ്കിലും. അതുകൊണ്ട് മീഡിയ കൈയിരിക്കുന്നു എന്ന് കരുതി എന്തും ചെയ്തു കളയാന്നുള്ള വിചാരം അങ്ങ് നിർത്തിയരെ. ഇനി ആവശ്യമില്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വാർത്തകൾ, നിങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് കേസും പഴക്കലൊന്നും ഞാൻ വരില്ല. പിന്നെ അതുപോലെ നാട്ടുകാർ കയറി അങ്ങ് ലെവൽ ചെയ്ത് കളയും. കൂമ്പുണ്ടല്ലോ, കൂമ്പിടിച്ച് പാട്ടിക്കളയും പിള്ളേര്. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, അങ്ങ് നിർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് അത്രയും മാത്രം മോശമായ തരത്തിൽ വാർത്തകൾ ചിത്രീകരിക്കണമെങ്കിൽ ഈ സാധാരണ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രശ്നമുണ്ടാക്കാതെ അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു വാർത്ത ഉണ്ടാക്കണം ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ, അവരെ വെച്ച് നീ അങ്ങ് ചിത്രീകരിക്കും. കുഴപ്പമില്ല, സ്വന്തം അമ്മയും സ്വന്തം പെങ്ങളും അല്ലേ, ഒരു കുഴപ്പമില്ല, നിന്റെ ഓൺ പ്രോപ്പർട്ടി അല്ലേ. അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് അത് കയറ്റി വിടും. നിനക്ക് അത്രയ്ക്ക് വലിയ സ്കൂപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇത് ഇനി ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാർണിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിന്റെ പേരിൽ എന്ത് തന്നെ വിഷയങ്ങൾ വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയൊക്കെ സ്വാധീനിച്ച് എന്തെങ്കിലും ചെയ്യാം എന്നാണ് നിന്റെയൊക്കെ ധാരണ എങ്കിൽ ഓർത്തോളൂ, ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുത്തിട്ടും മക്കൾക്ക് വേറെ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുത്തിട്ടും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിട്ടും നിങ്ങൾ ഇറങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ കാവ്യമാധവന്റെ ഈ വാർത്ത വന്നത്, കാവ്യമാധവന് ഞാൻ നഗ്ന പൂജ ചെയ്തു കൊടുത്തിട്ടാണ് ആ കുട്ടിയുടെ ജീവിതം തകർന്നു എന്നാണ് ഇത് ഒരു പത്രത്തിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴിയുമൊക്കെ ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും വ്രണപ്പെടുത്തുന്ന വിധത്തിൽ ആ കുട്ടീനെയും അതുപോലെ എന്നെയും മറ്റാൾക്കാരെയും പലവരെയും അത് ഹേർട്ട് ചെയ്യിക്കുന്നുണ്ട് നല്ലപോലെ. ദേവിയത് ഇങ്ങനത്തെ വാർത്തകൾ ഇനി ആവർത്തിക്കരുത്. എന്നെയും അല്ലെങ്കിൽ ഇത് ആ കുട്ടീനെയും മാത്രമല്ല, ഒരു മനുഷ്യനും ഇനി കേരളത്തിൽ ഏതെങ്കിലും ഒരു നിരപരാധിയെ എന്റെ അറിവിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനെ ഹരാസ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ആര് തന്നെയാണെങ്കിലും ശരി, ഏത് പത്രത്തിന്റെ ആളാണെങ്കിലും ശരി, ഹരാസ് ചെയ്യുന്നവൻ അപ്പോൾ മനസ്സിലാക്കും എന്താണ് യഥാർത്ഥ വേദനയെന്ന്. പിന്നെ ഇത് ഭീഷണിയാൽപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ എന്തു തന്നെ നീയൊക്കെ എഴുതിയാലും എനിക്കൊരു വിഷയമല്ല. അതുപോലെ നാട്ടുകാരുടെ കൈയിരിക്കുന്നത് വാങ്ങിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു നിയമത്തിനും തടുക്കാൻ പറ്റില്ല. ജനം ഇളകിക്കഴിഞ്ഞാൽ അവസാനം അടപ്പ് തെറിച്ചു പോകും. അതുകൊണ്ട് എന്റെ മക്കളൊരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ബാക്കിയുള്ളവരടുത്തൊക്കെ കൊണ്ട് കാണിച്ചാൽ മതി. നാട്ടുകാരുടെ അടുത്ത് ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു പേനയും പേപ്പറുമായിട്ട് എന്തു ആവാമെന്നാവരുത്. നല്ല ഒത്തിരി പത്രപ്രവർത്തകരുണ്ട്. 70കളിലെ പത്രധർമ്മം കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല ജനങ്ങൾക്ക് നിങ്ങളുടെ നാവ്, നിങ്ങളുടെ വാളും, നിങ്ങളുടെ പേന, നിങ്ങളുടെ പരിചയമായിരിക്കണം. അത് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടണം, അല്ലാതെ അനീതിക്കും അക്രമത്തിനും വേണ്ടി ആവരുത്. അതുകൊണ്ട് നിങ്ങളടുത്ത് ഇനിയൊരു വാർണിംഗ് ഉണ്ടാവത്തില്ല. മേലാൽ ഇത്തരം